പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടി പറയാം. ജൂലൈ 27-ാം തീയതി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച ഒരു പരാതി കൂടിയുണ്ട്. 2026 ജൂലൈ 27-ാം തീയതി അഭിഭാഷകരായ സ്ത്രീകൾ അടക്കമുള്ളവർ ആഭ്യന്തരമന്ത്രിക്ക് അയച്ച പരാതിയുണ്ട്. ശ്രീജ നെയ്യാറ്റിൻകര, അഡ്വക്കേറ്റ് സീന ഭാസ്കർ, പ്രീത GP, വിജു വർമ്മ എന്നിവർ നൽകിയ പരാതിയിൽ കൃത്യമായ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെയും ബലാത്സംഗത്തെയും ന്യായീകരിക്കുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ പരാമർശങ്ങളും അദ്ദേഹം നടത്തിയതായി പ്രചരിക്കുന്ന വീഡിയോ പോസ്റ്റുകൾ അതീവ ഗൗരവമുള്ളതാണ്. അത് സ്ത്രീകളുടെ അന്തസ്സിനും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾക്കും നേരെയുള്ള കടുത്താക്രമണമാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ അക്രമത്തിന് പ്രേരണ നൽകുകയും സമൂഹത്തിൽ നിയമവാഴ്ചയെ തകർക്കുകയും ചെയ്യുന്നതാണ്. പ്രതിഷേധങ്ങളെ വെടിവെപ്പിലൂടെയും ലൈംഗികാക്രമണ ഭീഷണിയിലൂടെയും നേരിടുമെന്ന തരത്തിലുള്ള സന്ദേശം സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നത് ഭരണഘടനാപരമായ മൂല്യങ്ങൾക്കും നിയമവാഴ്ചകൾക്കും എതിരാണ്. ഇത്ര ഗൗരവ സ്വഭാവമുള്ള ഒരു പരാതി TJ മോഹൻദാസിനെതിരായി, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് വകുപ്പ് ചുമത്താൻ പാകത്തിലുള്ള ഒരു പരാതി നമ്മുടെ സംവിധാനത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ ആ വകുപ്പ് ഉണ്ടാകുന്നില്ല. TJ മോഹൻദാസ് ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയുമാണ്. TT ജിസ്മോൻ, പരാതിക്കാരിൽ ഒരാളായ TT ജിസ്മോൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. TT ജിസ്മോൻ, പരാതി കൊടുക്കാനേ കഴിയൂ, അറസ്റ്റ് ചെയ്യണമോ, പുറത്തുവിടാതെ ഉള്ള കർശനമായ വകുപ്പുകൾ ചുമത്തണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സിസ്റ്റമാണ്. തീർച്ചയായിട്ടും ഈ വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്ത് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ തന്നെ വളരെ നേരത്തെ പലതവണയായി സൂചിപ്പിച്ചതാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ് അല്ലെങ്കിൽ പരാമർശമാണ് മോഹൻദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു തരത്തിലും ജാമ്യം ലഭിക്കുവാൻ പാടില്ലാത്ത സ്ത്രീത്വത്തെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് മാത്രമല്ല കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ, അതായത് ജാമ്യം ലഭിക്കാത്ത വളരെ ശക്തമായ വകുപ്പുകൾ, നിയമ സംവിധാനം എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം സാഹചര്യത്തില് ഇദ്ദേഹത്തിന് എങ്ങനെ ജാമ്യം ലഭിച്ചു എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പൊതു മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന, സ്ത്രീത്വത്തെ അപമാനിക്കാൻ കഴിയുന്ന കലാപാഹ്വാനത്തിന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആഹ്വാനം നടത്തിയാൽ പോലും യാതൊരു നടപടികളും എടുക്കാൻ കഴിയാത്തൊരു സിസ്റ്റമാണ് നമ്മുടെ സിസ്റ്റം എന്നുള്ളൊരു ബോധ്യം ജനങ്ങളിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും സർക്കാർ ഇതിനകത്ത് ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. മാത്രമല്ല RSSും BJPയും അതുപോലെ തന്നെ സംഘപരിവാറും എല്ലാം വളരെ ശക്തമായി ആദ്യഘട്ടത്തിൽ TJ മോഹൻദാസിനെ തള്ളി പറയുന്നു എന്നെല്ലാം പറഞ്ഞെങ്കിലും വളരെ ശക്തമായി അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം, വലിയ സമ്മർദ്ദമാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത സമയത്തും അതുപോലെ തന്നെ കോടതിയിൽ കൊണ്ടുവരുമ്പോഴും എല്ലാം ഉണ്ടായത്. BJPയുടെ സമുന്നതരായ നേതാക്കൾ ഇത്രയും ഹീനമായ വാക്കുകൾ പറഞ്ഞ അല്ലെങ്കിൽ ഇത്രയും ഹീനമായ പരാമർശം നടത്തിയ ആളെ സംരക്ഷിക്കുന്ന, പൊതുജന മധ്യത്തിൽ സംരക്ഷിക്കുന്ന നിലപാടാണ് BJPയും RSSും സംഘപരിവാറും എല്ലാം ഈ കേരളത്തിൽ സ്വീകരിച്ചത്. അപ്പൊ അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, സമരത്തിൽ പങ്കെടുത്തവരെന്നും അവരെ വെടിവെച്ചു കൊല്ലണം എന്ന് പറയുന്ന ആളുടെ വക്കാലത്ത് ഏറ്റെടുക്കുവാൻ BJP സംഘപരിവാർ നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ച നമുക്കുണ്ടായി. തീർച്ചയായും ഇതിനകത്ത് വളരെ ദുർബലമായ വകുപ്പുകളാണ് ഒരുപക്ഷെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. സർക്കാരിനെതിരെ വളരെ ശക്തമായി, അല്ലെങ്കിൽ സർക്കാർ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, അറസ്റ്റിന്റെ കാലതാമസം, ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. TJ ജിസ്മോന്റെ, പരാതിക്കാരിലൊരാളായ TT ജിസ്മോന്റെ പ്രതികരണമാണ് കണ്ടത്. ഈ കാര്യത്തിൽ രണ്ടു കാര്യങ്ങളാണ് പ്രിയ പ്രേക്ഷകർ ഇപ്പോൾ വിമർശനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, ശക്തമായ വകുപ്പുകളുടെ അഭാവം. രണ്ടാമത്തേത്, അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. എങ്ങനെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ഉണ്ടാകുന്നത് എന്ന് കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കൃത്യമായി ഈ കാര്യം, പ്രത്യേകിച്ച് ഇന്ന് പോലും കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ സംസ്ഥാനത്തെ പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ വിമർശനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു ദിവസമാണ് അറസ്റ്റ് മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്താൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും, സ്വാഭാവികമായും ജാമ്യം കിട്ടും. അത്രമേൽ വലിയ നിസ്സംഗത ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് എന്നത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.